ആലപ്പുഴയിലെ ചേർത്തല എന്ന ചെറിയ നഗരത്തിന്റെ ശാന്തമായ തെരുവുകളിൽ ഒരു നിഗൂഢതയുടെ നിഴൽ വീണിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ എന്ന 68 വയസ്സുകാരനായ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് അമ്മാവൻ എന്ന നാട്ടുകാർ വിളിച്ചിരുന്ന ഒരു സാധാരണ മനുഷ്യന്റെ മുഖംമൂടിക്ക് പിന്നിൽ ഒരു സീരിയൽ കില്ലറിന്റെ ഭീകരമായ മുഖം ഒളിഞ്ഞിരിക്കുന്നുവെന്ന വാർത്ത കേരളത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദശകങ്ങളായി ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സ്ത്രീകളുടെ തിരോധാനവും കൊലപാതകവും ഒരു ചോദ്യമായി നിന്നപ്പോൾ പോലീസിന്റെ അന്വേഷണം ഒടുവിൽ സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ എത്തിനിന്നു. അവിടെ കണ്ടെത്തിയ കരിഞ്ഞ അസ്ഥികഷ്ണങ്ങൾ, രക്തക്കറ, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, ഒരു ലേഡീസ് ബാഗ് ഇവയെല്ലാം ഭീകരകഥയുടെ തെളിവുകളായി മാറി. ജൈനമ്മ, ബിന്ദു, ഐഷ, സിന്ധു ഈ പേര് കേൾക്കുമ്പോൾ ചേർത്തലയിലെ ജനങ്ങൾക്ക് ഒരു ഭീതിയാണ്. ഈ സ്ത്രീകളുടെ തിരോധാനത്തിന് പിന്നിൽ ഒരേ ഒരു പേര്, സെബാസ്റ്റ്യൻ. അയാളുടെ ശാന്തമായ പെരുമാറ്റവും നാട്ടുകാർക്ക് പരിചിതമായ മുഖവും ഒരു കുറ്റവാളിയുടെ മനസ്സിനെ മറച്ചു പിടിച്ചിരുന്നു. എന്താണ് സെബാസ്റ്റ്യനെ ഇത്തരം ഒരു ഭീകരപാതയിലേക്ക് നയിച്ചത്? ഈ വീഡിയോയിൽ ചേർത്തലയെ ഞെട്ടിച്ച ഈ സീരിയൽ കില്ലറിന്റെ ജീവിതവും കുറ്റകൃത്യങ്ങളും അവയ്ക്ക് പിന്നിലെ കാരണങ്ങളും വിശകലനം ചെയ്യുന്നു. വെൽക്കം ബാക്ക്. സെബാസ്റ്റ്യൻ CM 68 വയസ്സുള്ള ആലപ്പുഴ ജില്ലയിലെ പള്ളിപ്പുറം ചൊങ്ങന്തറയിലെ താമസക്കാരനാണ്. നാട്ടുകാർക്ക് അമ്മാവൻ എന്ന പേര് സുപരിചിതമായിരുന്നു. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റായും ഡ്രൈവറായും ജോലി ചെയ്തിരുന്ന സെബാസ്റ്റ്യൻ പുറമെ ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതം നയിച്ചിരുന്നു. പക്ഷേ അയാളുടെ ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ ഒരു ഭീകര കുറ്റവാളിയുടെ മുഖം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് ആരും സംശയിച്ചില്ല. സെബാസ്റ്റ്യൻ ജനിച്ചതും വളർന്നതും ചേർത്തലയിൽ തന്നെയാണ്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം അയാൾ വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടു. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ അയാൾ ഒരു പേര് നേടിയെടുത്തു. സ്ത്രീകളുമായി എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാനുള്ള അയാളുടെ കഴിവ് പലപ്പോഴും അയാളുടെ ഇരകളെ കണ്ടെത്തുന്നതിനുള്ള ആയുധമായി മാറി. പലരോടും സൗമ്യമായി സംസാരിക്കുകയും അവരുടെ വിശ്വാസം നേടുകയും ചെയ്തിരുന്ന സെബാസ്റ്റ്യൻ ഒരു നല്ല മനുഷ്യന്റെ മുഖംമൂടി ധരിച്ചാണ് നാട്ടിൽ നടന്നിരുന്നത്. അയാളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. എന്നാൽ പോലീസ് അന്വേഷണത്തിൽ അയാൾ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നതെന്നും സാമൂഹികമായി ഒറ്റപ്പെട്ട ജീവിതം നയിച്ചവരുമായി അടുപ്പം സ്ഥാപിച്ചിരുന്നുവെന്നും വ്യക്തമായി. ജൈനമ്മ, ബിന്ദു, ഐഷ, സിന്ധു തുടങ്ങിയവരുമായുള്ള ബന്ധം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലൂടെയോ മറ്റു വ്യക്തിപരമായ സൗഹൃദങ്ങളിലൂടെയോ ആയിരുന്നു. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത അസ്ഥികഷ്ണങ്ങൾ അയാളുടെ ജീവിതത്തിന്റെ ഇരുണ്ട വശങ്ങളിലേക്കാണ് വെളിച്ചം വീശുന്നത്. അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മൗനമോ ചിരിയോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരങ്ങളോ മാത്രം നൽകി സെബാസ്റ്റ്യൻ തന്റെ കുറ്റങ്ങൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തെളിവുകൾ അയാൾക്കെതിരെ ശക്തമായി നിന്നു. സെബാസ്റ്റ്യന്റെ കുറ്റകൃത്യങ്ങൾ കേരളത്തിലെ ഏറ്റവും ഞെട്ടിക്കുന്ന സീരിയൽ കില്ലിംഗ് കേസുകളിലൊന്നായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദശകങ്ങളായി നിരവധി സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യന്റെ പേര് ആവർത്തിച്ചുയർന്നു വന്നു. ജൈനമ്മ, ബിന്ദു പത്മനാഭൻ, ഐഷ, സിന്ധു എന്നിവരുടെ തിരോധാന കേസുകളാണ് പ്രധാനമായി അന്വേഷിക്കപ്പെടുന്നത്. 2024 ഡിസംബർ 23 കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിനിയായ ജൈനമ്മ ധ്യാനകേന്ദ്രത്തിലേക്ക് പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിരിച്ചെത്തിയില്ല. അവരുടെ ഭർത്താവ് അപ്പച്ചൻ പോലീസിൽ പരാതി നൽകി. ജൈനമ്മയുടെ മൊബൈൽ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷൻ സെബാസ്റ്റ്യന്റെ വീടിനടുത്തുള്ള പള്ളിപ്പുറത്തായിരുന്നു. ഇതോടെ കോട്ടയം ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. 2025 ജൂലൈ 28 സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ഒരു മനുഷ്യന്റെ തലയോട്ടി, തുടയെല്ല്, ഒരു പല്ല് എന്നിവ കണ്ടെടുത്തു. തുടർന്ന് ഓഗസ്റ്റ് 4 20ഓളം കരിഞ്ഞ അസ്ഥികഷ്ണങ്ങൾ, രക്തക്കറ, സ്ത്രീകളുടെ വസ്ത്രങ്ങൾ, ഒരു ലേഡീസ് ബാഗ്, കൊന്ത എന്നിവ കൂടി കണ്ടെത്തി. ഈ തെളിവുകൾ ജൈനമ്മയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടതാണെന്ന് പോലീസ് സംശയിക്കുന്നു. ജൈനമ്മയുമായി സെബാസ്റ്റ്യന് റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളും ധ്യാനകേന്ദ്രത്തിലെ പരിചയവും ഉണ്ടായിരുന്നു. ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദു പത്മനാഭൻ 2006 തിരോധാനം ചെയ്തു. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ബിന്ദു തൻ്റെ മാതാപിതാക്കളുടെ മരണശേഷം കോടികളുടെ ആസ്തി സ്വന്തമാക്കിയിരുന്നു. എറണാകുളം എടപ്പള്ളിയിൽ ബിന്ദുവിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിരുന്ന ഒരു ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് വിറ്റഴിക്കപ്പെട്ടതായി കണ്ടെത്തി. ഈ ഇടപാടിന് പിന്നിൽ സെബാസ്റ്റ്യന്റെ പങ്ക് വ്യക്തമായി. ബിന്ദുവിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ്, SSLC ബുക്ക്, പവർ ഓഫ് അറ്റോർണി എന്നിവ വ്യാജമായി നിർമ്മിച്ചാണ് ഈ ഭൂമി വിറ്റത്. ബിന്ദുവിൻ്റെ സഹോദരൻ പ്രവീൺ ഇറ്റലിയിൽ നിന്ന് പോലീസിനെ സമീപിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ അന്വേഷണം ഫലം കണ്ടില്ല. വരനാട് സ്വദേശിനിയും മുൻ പഞ്ചായത്ത് ജീവനക്കാരിയുമായ ഐഷ 2012 മെയ് 13 ഒരു ഫോൺ കോൾ വന്നതിന് ശേഷം ബാങ്കിലേക്ക് പോകാൻ ഇറങ്ങിയതിനു ശേഷം തിരിച്ചെത്തിയില്ല. അവർക്ക് സ്വർണ്ണാഭരണങ്ങളും പണവും ഉണ്ടായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. സെബാസ്റ്റ്യനുമായി ഐഷയ്ക്ക് ഭൂമി വാങ്ങുന്നതിനുള്ള ഇടപാടുകൾ ഉണ്ടായിരുന്നു. അയാളുടെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ ഒരു പല്ലിന്റെ ഡെന്റൽ ക്ലിപ്പ് ഐഷയുടേതാണെന്ന് സംശയിക്കപ്പെടുന്നു. DNA പരിശോധനയ്ക്കായി ഐഷയുടെ മകളുടെ രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ചേർത്തല സൗത്ത് പഞ്ചായത്തിലെ വല്ലക്കുന്നത്തുപള്ളി സ്വദേശിനിയായ സിന്ധു 2020 കാണാതായി. ആർത്തുങ്കൽ പോലീസ് 4 വർഷത്തെ അന്വേഷണത്തിന് ശേഷം ഈ കേസ് അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ ജൈനമ്മയുടെ കേസുമായി ബന്ധപ്പെട്ട് സിന്ധുവിൻ്റെ തിരോധാനവും വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിച്ചു.
സിന്ധുവിനും സെബാസ്റ്റ്യനുമായി ബന്ധമുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തി. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെടുത്ത തെളിവുകൾ ഫോറൻസിക് DNA പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. അടുത്തുള്ള കുളം വറ്റിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കൂടുതൽ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി. സെബാസ്റ്റ്യൻ കുറ്റങ്ങൾ സമ്മതിച്ചിട്ടില്ല. എന്നാൽ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മൗനമോ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉത്തരങ്ങളോ മാത്രമാണ് നൽകിയത്. സെബാസ്റ്റ്യന്റെ കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങൾ പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും മനഃശാസ്ത്രപരമായ വിശകലനങ്ങളിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. പ്രധാനമായി സാമ്പത്തിക നേട്ടമാണ് അയാളുടെ പ്രേരണയായി കണക്കാക്കപ്പെടുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്ന സെബാസ്റ്റ്യൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന സാമൂഹികമായി ഒറ്റപ്പെട്ട സ്ത്രീകളെ ലക്ഷ്യം വെച്ചിരുന്നു. ഈ സ്ത്രീകളുടെ ആസ്തികൾ, ഭൂമി, സ്വർണം, പണം അയാളുടെ പ്രധാന ലക്ഷ്യമായിരുന്നു. ബിന്ദു പത്മനാഭന്റെ കേസിൽ അവരുടെ എടപ്പള്ളിയിലെ ഭൂമി വ്യാജരേഖകൾ ഉപയോഗിച്ച് വിറ്റഴിക്കപ്പെട്ടു. ജൈനമ്മയുടെ സ്വർണം വിറ്റതായും ഐഷയുടെ പണവും സ്വർണ്ണാഭരണങ്ങളും കൈവശപ്പെടുത്തിയതായും പോലീസ് സംശയിക്കുന്നു. ഈ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച് അവരുടെ വിശ്വാസം നേടിയ ശേഷം അവരെ കൊലപ്പെടുത്തി തെളിവുകൾ നശിപ്പിക്കുകയായിരുന്നു സെബാസ്റ്റ്യന്റെ രീതി. മനഃശാസ്ത്രപരമായി സെബാസ്റ്റ്യൻ ഒരു സൈക്കോപാത്ത് ആകാമെന്ന് വിദഗ്ധർ സംശയിക്കുന്നു. കുറ്റബോധമോ പശ്ചാത്താപമോ ഇല്ലാതെ തൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് ശാന്തമായി പെരുമാറാനുള്ള അയാളുടെ കഴിവ് ഈ സ്വഭാവത്തിൻ്റെ ലക്ഷണമാണ്. അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ചിരിയോടെയോ മൗനത്തോടെയോ പ്രതികരിച്ച അയാളുടെ പെരുമാറ്റം ഒരു സാമൂഹിക വിരുദ്ധ വ്യക്തിത്വത്തെ സൂചിപ്പിക്കുന്നു. കൂടാതെ സെബാസ്റ്റ്യന്റെ ഒറ്റപ്പെട്ട ജീവിതവും സാമൂഹിക ബന്ധങ്ങളുടെ അഭാവവും അയാളെ ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് നയിച്ചിരിക്കാം. സ്ത്രീകളോട് അയാൾ കാണിച്ചിരുന്ന അമിതമായ സൗഹൃദം അവരെ തൻ്റെ വലയിൽ കുടുക്കാനുള്ള തന്ത്രമായിരുന്നു. ചേർത്തലയിലെ സെബാസ്റ്റ്യന്റെ കഥ കേരളത്തിന്റെ ക്രൈം ചരിത്രത്തിൽ ഒരു ഇരുണ്ട അധ്യായമാണ്. അമ്മാവൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഈ മനുഷ്യൻ സമൂഹത്തിന്റെ വിശ്വാസം ചൂഷണം ചെയ്ത് നിരപരാധികളായ സ്ത്രീകളുടെ ജീവനെടുത്തു. ജൈനമ്മ, ബിന്ദു, ഐഷ, സിന്ധു ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയവും ദുഃഖവും നിറയുന്നു. ഈ സ്ത്രീകളുടെ കുടുംബങ്ങൾക്ക് നീതി എന്നത് ഇനിയും പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. സെബാസ്റ്റ്യന്റെ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിന്റെ ഒറ്റപ്പെട്ടവരോടുള്ള അവഗണനയും റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളിലെ വിശ്വാസലംഘനവും വെളിവാക്കുന്നു. പോലീസിന്റെ തുടർ അന്വേഷണവും DNA പരിശോധനകളും ഈ കേസിന്റെ പൂർണ്ണമായ സത്യം പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെബാസ്റ്റ്യന്റെ കഥ നമ്മെ ജാഗ്രതയുള്ളവരാകാൻ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ അയൽപ്പക്കത്ത് നമ്മുടെ വിശ്വാസത്തിന്റെ മറവിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിക്കാമെന്ന്. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.